ഈ പുണ്യസ്ഥലത്ത് വന്നതുകൊണ്ടാ ഇതുപോലുള്ള അത്ഭുതങ്ങളൊക്കെ സംഭവിച്ചത്. അതിലെനിക്ക് സംശയമൊന്നുമില്ല. പക്ഷേ തോമസ് സാർ പറയുന്നത് ഇയാൾ എൻ്റെ ജീവിതത്തിലേക്ക് വന്നുകൊണ്ടാ ഇതൊക്കെ സംഭവിച്ചെന്നാ. അത് 100% സത്യം. എന്നെപ്പോലുള്ള കൂട്ടുകാരൊക്കെ നിനക്കൊപ്പം ഉണ്ടായിരുന്നു. നിന്നെ പുറത്തുകൊണ്ടുപോയി ചികിത്സിപ്പിക്കാൻ പോലും കഴിവും പ്രാപ്തിയുള്ളവർ. എന്നിട്ട് ഞങ്ങളെ കൊണ്ട് പോലും നിനക്ക് വേണ്ടി ഒന്നും ചെയ്യാൻ പറ്റിയിട്ടില്ല. ആ സ്ഥാനത്താണ് മഹാലക്ഷ്മി വന്നതിന് ശേഷം നിന്റെ ജീവിതത്തിൽ ഒരിക്കലും നടക്കില്ലെന്ന് കരുതിയ കാര്യങ്ങളൊക്കെ നടന്നു കിട്ടിയത്. മൊബൈലിലൊക്കെ സെർച്ച് ചെയ്തിട്ട് ഈ തോമസ് സാറിനെ മഹാലക്ഷ്മിയിലെ കണ്ടെത്തിയത്. അന്ന് ഇവിടുത്തെ ചികിത്സയെ പറ്റി പറയുമ്പോ കണ്ണേട്ടന് വലിയ വിശ്വാസമൊന്നും ഇല്ലായിരുന്നു. ഒരുപാട് പാടുപെട്ടിട്ടാ കണ്ണേട്ടനെ ഇവിടേക്ക് കൊണ്ടുവന്നത്. അതെ, 100% പരാജയമായിരിക്കുമെന്ന് കരുതി തന്നെയാ ഞാനും ഇയാളും ഈ അഗസ്ത്യകൂടത്തിന്റെ പടി കയറി വന്നത്. പക്ഷേ ഇങ്ങനെയൊരു സ്ഥാപനത്തിൽ ഞാൻ വരണമെന്നും ഇവിടെ വെച്ച് എൻ്റെ കാലുകൾക്ക് ചലനശേഷി കിട്ടുമെന്നും അയ്യപ്പസ്വാമി നേരത്തെ കരുതി വെച്ചിട്ടുണ്ടായിരുന്നടാ. നിനക്ക് ഓർമ്മയില്ലേ, അന്നെൻ്റെ പിറന്നാൾ ദിവസം ഞാൻ അച്ഛനൊപ്പം ബൈക്കിൽ സഞ്ചരിക്കുമ്പോൾ എൻ്റെ കയ്യിലൊരു അയ്യപ്പസ്വാമിയുടെ വിഗ്രഹം ഉണ്ടായിരുന്നു. ഞാനും അച്ഛനും കൂടി തൊഴുതിറങ്ങുമ്പോൾ ഒരു വെള്ളി രൂപയ്ക്ക് പകരമായി ദിവ്യ തേജസ്സുള്ള ഒരമ്മ തന്ന വിഗ്രഹം. ഇപ്പോ ഇയാള് ദീപം കൊളുത്തി പൂവിട്ട് പൂജിക്കുന്ന അയ്യപ്പ വിഗ്രഹമായിട്ട് അതിനൊരുപാട് സാമ്യമുണ്ട്. അപ്പോ അന്നത്തെ ആ ബൈക്ക് ആക്സിഡന്റിന് അയ്യപ്പസ്വാമി സാക്ഷിയാണ്. അതുകൊണ്ടാ അതുപോലൊരു മണ്ഡലകാലത്ത് തന്നെ എനിക്ക് നടന്നു തുടങ്ങാൻ കഴിഞ്ഞത്. ഞാൻ വീണ്ടും പിച്ച വെക്കടാ, മെല്ലെ നടക്കാൻ തുടങ്ങാ. സാർ, പോകാറായോ? വാ. ഇനി ഇയാളുടെ വീട്ടിലേക്കും ഇവന്റെ വീട്ടിലേക്കും പോണം. അത് കഴിഞ്ഞ് എന്റെ തറവാട്ടിലേക്ക് പോകുന്നുള്ളൂ. അത് മതി. പിന്നെ തറവാട്ടിൽ പോകുമ്പോ ഓർമ്മയുണ്ടല്ലോ, ഒരു കാരണവശാലും വീൽ ചെയറിന്റെ സഹായമില്ലാതെ സഞ്ചരിക്കരുത്. വലതുകാല് ചലിച്ചോട്ടെ, പക്ഷെ ഇടതുകാല് ചലിപ്പിക്കരുത്. ഇല്ല സാർ. എന്താടോ, ഇപ്പൊ സന്തോഷമായോ? ഒരുപാട്. ഇത്രയും പ്രതീക്ഷിച്ചില്ല സാർ. എല്ലാവരുടെയും പ്രതീക്ഷകൾക്ക് ചിറക് മുളയ്ക്കുമെന്ന് ഞാൻ പറഞ്ഞതാണ്. കണ്ണന്റെ വലതുകാലിന്റെ വിരലുകൾ ചലിച്ചു തുടങ്ങിയപ്പോൾ തന്നെ എനിക്ക് പ്രതീക്ഷയുണ്ടായിരുന്നു. അതിനി കൂടി വരുമെന്ന്. ഇപ്പോ നിങ്ങളെയൊക്കെ പോലെ തന്നെ ഞാനും അമിതമായ സന്തോഷത്തിലാ. ആ സന്തോഷം തല്ലിക്കെടുത്താൻ വേണ്ടി പുറത്തൊരുപാട് പേരുണ്ട്. അതെല്ലാവരും ഓർമ്മിക്കണം. പ്രത്യേകിച്ച് മോൾക്ക് ഇയാളുടെ കാര്യത്തിൽ നല്ല ശ്രദ്ധ വേണം. ഞാൻ നോക്കിക്കോളാം സാർ. സാർ, ഞാൻ പോയിട്ട് വരാം. സാറിനെ അനുഗ്രഹിക്കണം. വേണ്ട, അതിന്റെ ഒന്നും ആവശ്യമില്ലല്ലോ. ഗുരുദക്ഷിണയായിട്ട് ഞാൻ എന്താ സാർ തരേണ്ടത്? ഗുരുദക്ഷിണയോ?
എടോ, താനിവിടെ മുടക്കേണ്ട പണം മുഴുവൻ ഇവിടെ മുടക്കി കഴിഞ്ഞു. പിന്നെ ഞാൻ എൻ്റെ കടമയാ ചെയ്തത്. അതിനുള്ള റിസൾട്ട് കിട്ടിയതിലാണ് എൻ്റെ സന്തോഷം. താൻ നടന്നു കണ്ടതിനപ്പുറം ഒരു ഗുരുദക്ഷിണയും എനിക്ക് കിട്ടാനില്ലടോ. അപ്പോഴേ ഇനി എനിക്കൊരു കടം ബാക്കിയുണ്ട്. കഴിഞ്ഞ ഓണത്തിന് ബാക്കി വെച്ച കടം അതിനി വീട്ടണം. പിന്നെ ആ സാഗർ വരാനുള്ള സമയമായിട്ടുണ്ട്. അവൻ കാണുന്നതിന് കുഴപ്പമൊന്നുമില്ല. അവനിപ്പോ നമ്മുടെ ആളാ. തനിക്കും മഹാലക്ഷ്മിക്കും വേണ്ടി അവൻ ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്ന കൂട്ടത്തിലാ ഇപ്പൊ സാഗറും അവന്റെ പെണ്ണും. അത് ഞങ്ങൾക്ക് അറിയാം സർ. എന്ന് വെച്ചാ പുറത്തോട്ട് നടന്നു പോകാമെന്നാണ് പറഞ്ഞത്. എങ്കിലും വീൽ ചെയർ കാറിൽ ഭദ്രമായി തന്നെ വെച്ചോണം. അതിൽ സഞ്ചരിക്കേണ്ട സമയം വരുമ്പോ അതിൽ സഞ്ചരിച്ചേ പറ്റൂ. ശരി സർ. എന്നാ പിന്നെ നടക്ക്. കണ്ണൻ തന്നെ മുൻപിൽ നടക്ക്. ഞങ്ങൾ അത് കണ്ട് പിന്നാലെ നടക്കാം. അത് നടക്ക്. ഇപ്പൊ എന്താ കടമെന്ന് മനസ്സിലായോ? മനസ്സിലായി സർ. അന്ന് മഹാലക്ഷ്മി ഊഞ്ഞാലിരുന്ന് ആടിയപ്പോ അന്ന് തനിക്കതിന് പറ്റിയില്ല. അന്ന് ഞാൻ പറഞ്ഞതാ, ഇന്നാണ് ശരിക്കും കണ്ണന്റെ ഓണമെന്ന്. ഓണസദ്യയൊക്കെ ഇനി മോളുടെ വീട്ടിൽ പോയി കഴിച്ചോ. പക്ഷേ നിങ്ങൾ രണ്ടാളും കൂടെ ഒരുമിച്ചിരുന്ന് ഊഞ്ഞാലാടുന്ന് ഞങ്ങൾക്ക് കാണണം. എന്താ ആനന്ദു? പിന്നെ അത് വേണം. രണ്ടാളൊന്ന് കേറിക്കേ. വാ. വാ. രണ്ടുപേരും ഇരിക്കേ. ഇരിക്കേ. പിടിച്ചിരുന്നോണേ. കുഴപ്പമൊന്നുമില്ലടാ, നീ ആട്ടിക്കോ. എല്ലാം വൃത്തിയായി പകർത്തിക്കോ. ഇതൊക്കെ ജീവിതത്തിലെ അത്യപൂർവ കാഴ്ചകളാ. കുറച്ചുനാൾ കഴിയുമ്പോ ഈ ദൃശ്യങ്ങളൊക്കെ നിങ്ങൾക്ക് കണ്ട് ആസ്വദിക്കാം. അതുപോലെ തന്നെ നിങ്ങൾക്ക് കുട്ടികളൊക്കെ ജനിക്കുമ്പോ അവരോട് ഇപ്പൊ നടന്ന കഥകളൊക്കെ പറയാം. ആ കഥകൾക്ക് ജീവൻ വെക്കാൻ ഈ രംഗങ്ങളും അവരെ കാണിക്കാം. ഇനിയിപ്പോ സിദ്ധേ അമ്മ മഹാലക്ഷ്മിയോട് പറഞ്ഞ കാര്യങ്ങളൊക്കെ നടക്കാനുള്ള സാധ്യതയുണ്ട് അല്ലെ സാർ? പിന്നെ ഇവർക്കിനി അവകാശങ്ങളുണ്ടാവും. അവിടെ ഇവന് നിരാശയാണ് സാറേ. അറിയാം. ലേഖ ഒരിക്കൽ എന്നെ വന്ന് കണ്ടതല്ലാതെ പിന്നീട് വന്നിട്ടില്ല. എന്തൊക്കെയോ കുടുംബപരമായി തിരക്കപ്പെട്ടു പോയെന്നാണ് ഇയാൾ പറഞ്ഞത്. അയാൾ മടങ്ങി വന്നിട്ടുണ്ട് ഇപ്പോ. എന്നാ പിന്നെ നമുക്ക് ചികിത്സ തുടങ്ങാം. നിരാശയൊന്നും വേണ്ടടോ. എല്ലാത്തിനും ഒരു സമയമുണ്ട്. ആ സമയത്ത് നമ്മൾ ആഗ്രഹിക്കുന്നതിനപ്പുറം ചിലപ്പോ ദൈവം നമുക്ക് തന്നിരിക്കും. ഇനി മഹാലക്ഷ്മി ഇറങ്ങിയേ.
ഇനി കാൽ വെച്ച് നുന്തി നോക്കിയേ കണ്ണാ. ആ. 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 കണ്ണ കണ്ണ അയ്യോ, കണ്ണേട്ടാ. ഹേ, വേണ്ട വേണ്ട വേണ്ട, പിടിക്കണ്ട. ഞാൻ പറഞ്ഞില്ലേ ഇത് കണ്ണന്റെ രണ്ടാം ജന്മമാണ്. അവിടെ പിച്ച വെക്കുകയാണ് ഇയാള്. അപ്പൊ വീഴ്ചയൊക്കെ ഉണ്ടാവും. അതൊന്നും കാര്യമാക്കണ്ട. ഒരാളുടെ കൈ പിടിച്ച് നടക്കാൻ തുടങ്ങിയാൽ പിന്നെ അതിനുള്ള ടെൻഡൻസി കൂടും. ഇവിടെ അത് വേണ്ട മോളെ. ഇനി ഞാൻ പൊയ്ക്കോട്ടെ സർ? പോയിട്ട് ഇനിയും വരണം. ഇടയ്ക്ക് ചെക്കപ്പൊക്കെ ഉണ്ട്. അതുകൊണ്ട് പോയിട്ട് വരാമെന്ന് പറ. പോയിട്ട് വരാം സർ. അപ്പോഴേ ഓർമ്മയുണ്ടല്ലോ, ശബരിമലയ്ക്ക് പോവുക. അപ്പോ ഭാര്യയും ഭർത്താവും അതിൻ്റെതായ ചിട്ടവട്ടങ്ങളിലൊക്കെ വേണം മുന്നോട്ട് പോകാൻ. ഞാൻ പറഞ്ഞത് മനസ്സിലായോ? മലയ്ക്ക് പോയിട്ട് ഇയാൾ വന്ന ശേഷം രണ്ടാളും കൂടി ഇവിടെ വരണം. എന്നിട്ടേ നിങ്ങൾ യാത്ര പോകാവൂ. എന്തൊക്കെയോ ഹണിമൂൺ ട്രിപ്പൊക്കെ നിങ്ങൾ പ്ലാൻ ചെയ്തിട്ടുണ്ടല്ലോ. ഞാൻ പറഞ്ഞില്ലേ, നിങ്ങളുടെ ജീവിതം ഇവിടെ തുടങ്ങുക. അവിടെ ദൈവത്തെ മുറുകെ പിടിച്ചോ. നമുക്ക് സന്തോഷം ഒരുപാടാകുമ്പോൾ ദൈവങ്ങൾക്കും ചെറിയ അസൂയൊക്കെ ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട്. ആ സമയത്താണ് ചെറിയൊരു കൊട്ട് നമ്മുടെ ജീവിതത്തിൽ അവർ തന്നിട്ട് പോകുന്നത്. അറിയാ സർ, കണ്ണേട്ടൻ നടന്നു കണ്ടത് തന്നെ മഹാഭാഗ്യ. അതിനപ്പുറം ഈ ജീവിതത്തിൽ ഒന്നും വേണ്ട. അങ്ങനെ ചിന്തിക്കുമ്പോഴാണ് ദൈവം നമുക്ക് എന്തെങ്കിലുമൊക്കെ തരുന്നത്. എന്നാ പിന്നെ പുറപ്പെട്ടോ. വന്നോളൂ കണ്ണാ. ആ ജയപാല, ഇനി ഇതാ കഴിച്ചേക്ക്. ഇനി അടുത്ത ഓണത്തിന് ഊഞ്ഞാലിട്ടാ മതി. അടുത്ത ഓണത്തിന് മഹാലക്ഷ്മിയും കണ്ണനും ഒക്കെ നമ്മുടെ കൂടെ കാണുമല്ലോ. എന്താ കണ്ണാ? എല്ലാം സാറ് പറയുന്ന പോലെ. വാ വാ. എടോ, താൻ പെട്ടിയെടുത്തോണ്ട് വാ. അത്ഭുതപ്പെടണ്ടോ, ഇന്നലെ രാത്രി കണ്ണൻ നടന്നു തുടങ്ങി. എനിക്ക് വിശ്വസിക്കാൻ പറ്റുന്നില്ല സാർ. ഇനിയിപ്പോ വിശ്വസിച്ച് തുടങ്ങിക്കോ. പക്ഷെ ഒരു കാര്യം, ഒരു കാരണവശാലും അറിയാൻ പാടില്ലാത്തവരിത് അറിയരുത്. കണ്ണൻ ഇപ്പോഴും വീൽ ചെയറില്ല. കണ്ണന്റെ ശത്രുക്കൾ ഒരു കാരണവശാലും സാഗറിന്റെ നാവിന്ന് സത്യങ്ങൾ അറിയാൻ പാടില്ല. പറഞ്ഞത് മനസ്സിലായോ സാഗറിന്? മനസ്സിലായി സാർ. ഞാൻ ആരോടും പറയില്ല. ഞാനും മഞ്ജുവൊക്കെ സാർ ഇങ്ങനെയൊന്ന് നടന്ന് കാണാൻ വേണ്ടിയിട്ട് പ്രാർത്ഥിക്കുമായിരുന്നു. ഇന്നലെ എൻ്റെ പിറന്നാൾ ദിവസമായിട്ട് എനിക്ക് ഇങ്ങനൊരു ഭാഗ്യം കിട്ടി.
ഞാനും കണ്ണേട്ടനും ഒന്നിച്ച് ഊഞ്ഞാലാടിയിട്ടാ വരുന്നേ. ഓണത്തിന്റെ കടം അങ്ങനെ വീട്ടിയിടൂ. ആ കാർ വന്നല്ലോ. തന്റെ ഡ്രൈവർ വിശ്വസനല്ലേ? അതെ, വർഷങ്ങളായിട്ട് എൻ്റെ കൂടെയുള്ളവരിൽ ഒരാളാ. അയാളെ ഞാൻ വിളിച്ചപ്പോൾ പറഞ്ഞായിരുന്നു ഞാൻ നടന്നു തുടങ്ങിയെന്ന്. ആ റോയി, ഇനി നിങ്ങൾക്ക് വലിയ ബുദ്ധിമുട്ടൊന്നുമില്ല. എന്നെ കാറിലേക്ക് പിടിച്ചേറ്റേണ്ട ആവശ്യമൊന്നുമില്ല. അതുപോലെ വീൽ ചെയർ ഇരുത്തേണ്ടി വരില്ല. എനിക്കിപ്പോ നടക്കാൻ പറ്റുന്നുണ്ട്. എന്ന് വെച്ച് പറഞ്ഞതൊക്കെ ഓർമ്മയുണ്ടല്ലോ. കണ്ണേട്ടന്റെ വീട്ടിലും പുറത്തുമൊക്കെ മറ്റുള്ളവരുടെ മുന്നിൽ വെച്ച് വീൽ ചെയറിലായിരിക്കും സഞ്ചാരം. പഴയതുപോലെ തന്നെ. അറിയാം മാഡം. ഞാനത് എടുത്തു വെക്കട്ടെ. സാറേ, ഞാൻ പറഞ്ഞല്ലോ, നേരെ ഇയാളുടെ വീട്ടിലോട്ടാണ് ഞങ്ങൾ പോകുന്നേ. അത് കഴിഞ്ഞ് ആനന്ദിന്റെ വീട്ടിൽ എത്തണം. അവിടെ ലേഖയെല്ലാം ഒരുക്കി വെച്ചിരിക്കുക. അത് കഴിഞ്ഞ് എൻ്റെ വീട്ടിൽ എത്തിയ ശേഷം ഞാൻ സാറിനെ വിളിച്ചോളാം. സ്വന്തം വീട്ടിലെത്തുമ്പോ നടക്കാൻ തോന്നുന്നുണ്ടെങ്കിൽ വാതിൽ അടച്ചിട്ട് വേണം നടക്കാൻ. ആ സമയത്ത് പോലും കാര്യങ്ങൾ സുരക്ഷിതമല്ല. ഇവിടെ മേഘനെന്ന് പറയുന്ന ഒരുത്തൻ താമസിച്ചപ്പോഴുള്ള കാര്യങ്ങൾ അറിയാലോ. അവൻ ചെറിയ വിടവിലൂടെ പോലും അകത്തെ കാര്യങ്ങൾ കാണാനാണ് ശ്രമിക്കുന്നത്. അവനെപ്പോലെ ചിന്തിക്കുന്നവരാ വീട്ടിനകത്തുള്ളവര്. അതുകൊണ്ട് രണ്ടാളും ശ്രദ്ധിക്കണം. ശരി സർ, പോവാൻ കണ്ണേട്ടാ. ഇയാളുടെ അമ്മയെ കണ്ടിട്ട് ഞാൻ നേരെ അങ്ങ് വരാം. ഞാനിവിടെ വന്നപ്പോഴാണല്ലോ നീ നടക്കുന്ന കണ്ടത്. അതുപോലെ തന്നെ ലേഖം കണ്ടാൽ മതി. ഇടയ്ക്ക് അവള് വിളിച്ചപ്പോൾ പോലും നീ നടന്നു തുടങ്ങിയെന്ന് ഞാൻ പറഞ്ഞിട്ടില്ല. എന്നെ മഹിയം പോലെ തന്നെ അവൾക്ക് സന്തോഷം ഉണ്ടാക്കുന്ന കാഴ്ച അവള് നേരിട്ട് കാണട്ടടാ. ശരിയടാ, കേറ്. സാറേ, ഞാനും അങ്ങോട്ട്. ആയിക്കോട്ടെ സാറേ. ശരി സാർ. ശരി. അങ്ങനെ വലിയൊരു ദൗത്യം പൂർത്തിയായി. ജീവിതത്തിൽ ഞാൻ ഇത്രയധികം സന്തോഷം അനുഭവിച്ച നിമിഷങ്ങളില്ല ജയബാല. ജയബാലം വാ. ഇവിടെ കരുണയുടെ അച്ഛനും മുത്തശ്ശിയില്ല. എന്നാലും കണ്ണേട്ടൻ നടക്കുന്നത് അയലത്തുകാരെങ്കിലും കണ്ടാലും പ്രശ്ന. നടക്കുന്നില്ല. വീൽ ചെയർ തന്നെ അകത്തേക്ക് പോ. റോയി. ശരി. വന്നോ? അയ്യോ, മോന് മാറ്റമൊന്നുമില്ലല്ലോ.
നിശ്ചയദാർഢ്യമായിട്ട് മോനെ നടത്തിക്കൂന്നൊക്കെയാണല്ലോ തോമസ് സാർ പറഞ്ഞത്. പിന്നെ എന്തു പറ്റിയെന്തോ.